Hey, it's Niju. Welcome back to Roots and Mass. In this video, Resolve 17 release പുതിയ ഫീച്ചറിനെ പറ്റിയാണ് കളർ റാപ്പിംഗ് ടൂൾ. ഒരു മെഷ് ബേസ്ഡ് കളർ റാപ്പിംഗ് ടൂളാണിത്. HSL കർവിൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഹ്യൂ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ കളർ റാപ്പിംഗിൽ ഒരേ ടൈം തന്നെ ഹ്യൂവും സാച്ചുറേഷനും ഒരൊറ്റ ഡ്രാഗിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. കളർ പേജിന് മിഡിലായിട്ട് നമുക്ക് കുറച്ചേറെ ടൂൾസ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഫസ്റ്റ് നമ്മളുടെ കസ്റ്റം കർവാണ്, രണ്ടാമത്തെ നമ്മളുടെ കളർ റാപ്പറാണ്. സോ ഇത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഇമേജിൻ്റെ ഒരു നല്ല ഹീറോ ഫ്രെയിം, ഓക്കെ ദിസ് ഈസ് ഫൈൻ. 3 നോഡുള്ള നോട്ടറി ഉണ്ട്. അതിൽ ലാസ്റ്റ് നോഡാണ് ഞാനത് ലേബൽ ചെയ്തിട്ടുണ്ട് കളർ റാപ്പ്. ഇതാണ് കളർ റാപ്പിൻ്റെ UI. സോ ഇതിൽ ഈ കാണുന്ന കളേഴ്സ് അത് നമ്മളുടെ കളർ വീലിൽ കാണുന്ന അതേ കളേഴ്സാണ്. സെൻട്രൽ വൈറ്റ് ആണ്. സെൻട്രലോട്ട് വരുന്തോറും കളേഴ്സിൻ്റെ സാച്ചുറേഷൻ കുറയും. അതിൻ്റെ എഡ്ജിലേക്ക് പോകുന്നതോറും കളറിൻ്റെ സാച്ചുറേഷൻ കൂടും. ഇത് നമ്മളൊരു ഫിസിക്കൽ ചലഞ്ചുകൾ എന്ത് തരത്തിലുള്ള ഇൻട്രാക്ഷനാണ് ചെയ്യുന്നത് ആ തരത്തിലുള്ള എല്ലാ ഇൻട്രാക്ഷൻസും ഈ ഒരു റാപ്പറിലുണ്ട്. ഇതിൻ്റെ ബോട്ടം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിട്ട് 2 പോയിൻറ്റ്സ് ഉണ്ട്. ഒന്ന് ഹ്യൂവിൻ്റെയും രണ്ടാമത്തെ സാച്ചുറേഷൻ്റെയും പോയിൻറ്റ്സ് ആണ്. ഇപ്പം നമ്മൾ ചേഞ്ച് ചെയ്താൽ മനസ്സിലാവും ഇത് നമുക്ക് 12 ആവും. ഇനിയും നമുക്ക് വേണമെങ്കിൽ 16 പോയിൻറ്റ്സ് ആവാം. ഇത് നമുക്ക് ഇപ്പോൾ ലിങ്ക് ആണ്, നമുക്കിത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാം. ഞാനിത് എപ്പോഴും കീപ്പ് ചെയ്യുന്ന 8-ലായിരിക്കും. രണ്ടും ഞാൻ 8-ലാണ് കീപ്പ് ചെയ്യുന്നത്. അടുത്ത കോർണറിൽ നമുക്ക് കാണാൻ പറ്റും കുറച്ച് ഇത് കളർ സ്പേസ് ആണ്. HSV എന്ന് പറഞ്ഞാൽ ഹ്യൂ സാച്ചുറേഷൻ വാല്യൂ. രണ്ടാമത്തെ HSL ഹ്യൂ സാച്ചുറേഷൻ ലൈറ്റ്നസ്. മൂന്നാമത്തെ HSY ഹ്യൂ സാച്ചുറേഷൻ ലൂമ. നാലാമത്തെ HSP അതായത് ഹ്യൂ സാച്ചുറേഷൻ പെർസീവ്ഡ് ബ്രൈറ്റ്നസ്. ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ്. ഇതിനെപ്പറ്റി ഒരുപാട് റീഡ് ചെയ്യാൻ ഗൂഗിളിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സ്പേസ് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ നമുക്ക് കാണാൻ പറ്റും 2 നാവിഗേഷൻ ഉണ്ട്. ഇതിൻ്റെ മെയിൻ നാവിഗേഷനാണ്. ഒന്ന് ഹ്യൂ ആൻഡ് സാച്ചുറേഷനും രണ്ടാമത്തത് ക്രോമ ആൻഡ് ലൂമയാണ്. ഇത് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ താഴെയുള്ള ടൂൾസിൻ്റെയും ചേഞ്ചസ് വരും. സോ ഇതിൻ്റെ മെയിൻ ടൂൾസാണ്. മെയിൻ 5 ടൂൾസ് ഉണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമ്മളുടെ സെലക്ഷൻ മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. സോ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഇതാണ് എൻ്റെ ഇമേജ്. ഇപ്പം ഞാൻ ഈ ഇമേജിൽ ജസ്റ്റ് മൗസ് ഓവർ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു RGB വാല്യൂ. ഈ ഷോ പിക്കർ ഓൺ ആയതുകൊണ്ട് ഇത് ഓഫ് ചെയ്താൽ RGB വാല്യൂ കാണിക്കത്തില്ല. കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഷോ പിക്കർ RGB വാല്യൂ ഇപ്പോൾ കാണിക്കും. ഈ ട്രീയുടെ അടുത്ത് ഡാർക്ക് ഗ്രീനും ഈ ഡ്രസ്സിൽ ഓറഞ്ചിലും ഇവിടെ വന്ന സ്കൈയിൽ വന്ന ബ്ലൂ റീജിയനിലേക്ക് എൻ്റെ മൗസ് മാറുന്നതനുസരിച്ച് താഴത്തെ കളർ റാപ്പറിലെ പോയിൻറ്റ്സും ചേഞ്ച് ആവും. ഇപ്പം ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പിങ്ക് പോയിൻറ്റ് ആഡ് ചെയ്യുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെയും പിങ്ക് പോയിൻ്റ് ആഡ് ചെയ്യും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആഡ് ചെയ്യും. സോ ഇനി എങ്ങനെയാണ് നമ്മൾ കളർ ചേഞ്ച് ചെയ്യുന്നത് ഈ ഒരു ടൂൾ വെച്ചെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തു 2 രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഒന്ന് ഇമേജിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ റാപ്പറിൽ ചേഞ്ച് ചെയ്യാം. സോ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഞാൻ കർവ് പോലെ മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ക്ലിക്ക് ചെയ്ത കളറിൻ്റെ ഹ്യൂ ചേഞ്ച് ആവുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഹ്യൂ ചേഞ്ച് ചെയ്യാം. ഇപ്പം ഞാൻ ഈ ഹ്യൂവിൽ സെറ്റിൽ ആവുകയാണെങ്കിൽ ഇനി ഞാൻ ടോപ്പ് ടു ബോട്ടം മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഹ്യൂ ആ സെലക്ട് ചെയ്ത കളറിൻ്റെ സാച്ചുറേഷൻ ചേഞ്ച് ആവും. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും അതിൻ്റെ സാച്ചുറേഷൻ ചേഞ്ച് ആവും. ഇനി എനിക്കിതിൻ്റെ ലൂമ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ സ്മൂത്തിങ് കൺട്രോൾ ഉണ്ട്. നമുക്കിതിൻ്റെ ലൂമ ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അത് ഒരു രീതിയിൽ ചേഞ്ച് ചെയ്യാം. രണ്ടാമത്തെ രീതിയിൽ നമുക്ക് ഇവിടെ ഈ ഒരു വാല്യൂ നമ്മൾ പിക്ക് ചെയ്തു ഈ ഒരു റാപ്പറിൽ വന്ന് തന്നെ നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കളറിൻ്റെ ഹ്യൂ ചേഞ്ച് ആവുന്നുണ്ട്. സെയിം പോയിൻ്റ് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്താൽ നമ്മളുടെ കളറിൻ്റെ സാച്ചുറേഷൻ ചേഞ്ച് ആവുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ബേസിക് ഇൻട്രാക്ഷൻസ്. ഇനി നമുക്ക് ഇതിൻ്റെ ടൂൾസ് ഒന്ന് പരിചയപ്പെടാം. സോ ഫസ്റ്റ് ടൂൾസ് നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാം. എവിടെ വേണം, എത്ര പോയിൻറ്റ്സ് വേണം എന്നുള്ളതാണ് ഫസ്റ്റ് ഇത്. രണ്ടാമത്തേത് ഡ്രോ ചെയ്യാം. ഇപ്പം നമുക്ക് ഏതെങ്കിലും കോംപ്ലക്സ് സെലക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഡ്രോ ചെയ്ത് സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് മൂന്നാമത്തെ പിൻ. ഇത് അത്യാവശ്യം നല്ലൊരു യൂസ്ഫുള്ളാണ്. ഇപ്പം ഞാൻ ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പിൻ ചെയ്ത് ഡ്രാഗ് ചെയ്യുന്ന ഭാഗങ്ങൾ ഇത് ലോക്ക് ചെയ്യും. എന്നിട്ട് ഇപ്പം ഞാനിപ്പോൾ ഇതിൽ ഈ പോയിൻറ്റ്സിൻ്റെ ഒരു പോയിൻ്റ് ഒഴിച്ച് ബാക്കി എല്ലാ പോയിൻറ്റിലും ഇതിൽ പിന്ന് ചെയ്തിട്ടുണ്ട്. പിന്ന് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് റീജിയൻ, ഒരു സിംഗിൾ റീജിയനെ ക്ലിക്ക് ചെയ്യാൻ അതിൻ്റെ അടുത്തുള്ള ഒരു കളർ റീജിയനും മൂവ് ചെയ്യില്ല, ഒരു പോയിൻറ്റ് മൂവ് ചെയ്യാതെ നമുക്ക് കുറച്ചുകൂടെ ഫൈൻ ഡീറ്റെയിൽ കളർ ചേഞ്ച് ചെയ്ത് കളർ ഗ്രേഡിങ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിത് റീസെറ്റ് ചെയ്തിട്ട് മൂവ് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ അടുത്തുള്ള നിയറസ്റ്റ് പോയിൻറ്റ്സ് എല്ലാം ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷേ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്കൊരു ചെറിയ ഇതിലെ എല്ലാ പോയിൻറ്റ്സുമായിട്ട് നിയറസ്റ്റ്
വൈറ്റിൻ്റെ നിയറസ്റ്റ് പോയിന്റ് ഞാൻ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. വേറെ ഒന്നും ചേഞ്ച് ആവുന്നില്ല. സോ ഇത് അത്യാവശ്യം നല്ല യൂസ്ഫുള്ളായ ഒരു സെലക്ഷനാണ്. അടുത്തത് ഈ ഒരു ടൂൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ സാച്ചുറേഷൻ നന്നായിട്ട് കുറയും. അടുത്ത ടൂൾ പുഷ് പോയിൻറ്റ്സ് ആണെങ്കിൽ ഇതിൻ്റെ സാച്ചുറേഷൻ കൂടും. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അടുത്തത് നമ്മളുടെ ഇൻക്രീസ് ഫോൾ സ്മൂത്ത് സെലക്ഷൻ. ഇപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സെലക്ഷൻ സ്മൂത്തായിട്ട് ചേഞ്ച് ആവും. പിന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത പോയിൻറ്റ്സിനെ കൺവേർട്ടായിട്ട് പിന്നായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഈ ഒരു പോയിൻ്റ് ആയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നായിട്ട് കൺവേർട്ട് ചെയ്യാം, അത് ലോക്ക് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം. അടുത്ത ടൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ ഒരു സിംഗിൾ പോയിൻറ്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സെലക്ട് പിൻ കോളത്തിൽ ക്ലിക്ക് ചെയ്താൽ ആ കോളം സെലക്ട് ആവും. ഇത് ക്ലിക്ക് ചെയ്താൽ ഈ കോളം സെലക്ട് ആവും. അതുപോലെ തന്നെയാണ് ഇതും. ഇപ്പം ഈ ഒരു 2 പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സെലക്ട് പിൻ റിങ്, അത് ആ സർക്കിളിൽ റിങ് ആയിട്ടുള്ളത് സെലക്ട് ആയി. ഇപ്പം ഞാൻ ഇത്രയും സെലക്ട് ചെയ്തിട്ട് സർക്കിൾ ചെയ്യണമെങ്കിൽ ഇത് ഫുള്ള് സെലക്ട് ആവും, ഇത് ഡീസെലക്ട് ആവും. ഇത് റേഞ്ചസ് ആണ്. നമുക്ക് ഇച്ചിരി കൂടെ ഇപ്പം എനിക്കിതിൽ ഈ കളറിൻ്റെ റേഞ്ച് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു റേഞ്ച് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്മോൾ റേഞ്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്മോൾ റേഞ്ചിലുള്ള സെലക്ഷൻ ഇപ്പോൾ എനിക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കളർ വീല് ഫുള്ള് സെൻറ്റർ ആവുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തത് ഓട്ടോ ലോക്കാണ്. ഇതും അത്യാവശ്യം നല്ല യൂസ്ഫുള്ളായൊരു ഓപ്ഷനാണ്. ഇപ്പം ഞാൻ ഈ ഓട്ടോ ലോക്ക് എനേബിൾ ചെയ്തിട്ട് ഫുള്ളി സിംഗിൾ പോയിൻ്റ് ആണെങ്കിൽ ഞാൻ എവിടെ ക്ലിക്ക് ചെയ്യുന്നു ആ പോയിൻ്റ് മാത്രമേ ചേഞ്ച് ചെയ്യൂ. ഇപ്പം ഞാൻ സിംഗിൾ പോയിൻറ്റിന് ഇത് 6 ആക്കിയിട്ടുണ്ട്. ഞാൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അടുത്തുള്ള പോയിൻറ്റ്സ് ചേഞ്ച് ആവുന്നതാണ്. സോ ഈ പോയിൻറ്റ്സിൻ്റെ ഇൻട്രാക്ഷൻസ് ആണ് ഇത്. താഴത്തേത് ഹ്യൂ. ഇനി അടുത്ത് നമ്മളുടെ ക്രോമ സെലക്ഷൻസ് ആണ്. ഇതിൽ നമുക്ക് കളറിൻ്റെ ഇച്ചിരി ഇവിടെ നിങ്ങൾക്ക് മൂവ് ചെയ്യാം. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ഇപ്പം നമുക്ക് ഇതിൻ്റെ റേഞ്ച് കൂട്ടണമെങ്കിൽ 8 ആക്കണമെങ്കിൽ 8 റേഞ്ച് ആവും. ഇവിടെ ഇതിൻ്റെ ഇമേജിൻ്റെ ബ്രൈറ്റ്നസ് ഡാർക്ക് ബോട്ടം എന്ന് പറഞ്ഞാൽ ഡാർക്ക് പോയിൻറ്റ്സ് ആണ്. സെയിം ഇവിടെയും നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രിഡ് 1 ഉം 2 അതായത് ഗ്രിഡ് 1 എന്ന് പറഞ്ഞാൽ ക്രോമയും ഗ്രിഡ് 2 എന്ന് പറഞ്ഞാൽ ലൂമയാണ്. സോ ഇപ്പോൾ ഇതിലും നമുക്ക് പിൻസ് നമുക്ക് ഇത്രയും പിന്ന് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് ലോക്ക് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബാക്കിയൊന്നും ചേഞ്ച് ആകത്തില്ല, ഇത്രയും മാത്രമേ ചേഞ്ച് ആവും. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൺവേർട്ട് ടു പിൻ. ഇനി ഞാൻ മൂവ് ചെയ്യുകയാണെങ്കിൽ അത്രയും പോർഷൻ മൂവ് ആവില്ല. ഇപ്പം ഞാൻ താഴെ നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതാണ് ഇത്. ഈ സെയിം നമ്മൾ അവിടെ കണ്ട അതേ ടൂൾസാണ്. ഇതിലൊരു ഓട്ടോ ലോക്കിൽ കോളവും സറൗണ്ടിങ്സ് റോയും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രം. ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ ഡിഫറൻസ്. കളർ ഗ്രേഡിങ്ങിൽ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാൻ ചോദിച്ചാൽ ഇപ്പം ഞാൻ ഈ ഒരു ഇമേജിലേക്ക് വരും. ഇതിലിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കാണാൻ നിങ്ങൾക്ക് ബ്ലൂ ആണ്. സോ എൻ്റെ നോഡ് കളർ റാപ്പറാണ്. ഞാൻ ഇവിടുന്ന് ക്ലിക്ക് ചെയ്യാൻ നോക്കുന്നത് എവിടെയാണ് എൻ്റെ ബ്ലൂ, ഇവിടെയാണ്. സോ ഇത് ജസ്റ്റ് ആ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഓക്കെ ഈ ഒരു യെല്ലോയുടെ കൂടെ മാച്ച് ആവുന്ന ഇതാണെന്ന് തോന്നിയിട്ട് ഞാൻ മാറ്റിയാൽ മനസ്സിലാവും. കുറച്ചുകൂടി ഇത് നല്ലതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഹെയറിൻ്റെ അകത്തുള്ള ആർട്ടിഫാക്ട്സ് അത് കുറച്ചുകൂടെ മാറും. ഇതിലുള്ള കളർ കാസ്റ്റ് ഇങ്ങനെ ഈ ഒരു കളർ റാപ്പർ വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ കുറയും. ഞാൻ അതിൻ്റെ ലൂമ കുറച്ചൊന്നും ലൈക്ക് ദിസ് വൺ. സോ കീപ് ഇറ്റ് ലൈക്ക് ദാറ്റ്. സോ ഇതാണ് ഒരു യൂസ്ഫുൾ. ഇനി അടുത്തത് ഈ ഒരു ഇമേജിൽ വരുവാണെങ്കിൽ ഇവിടെ ഞാൻ കളർ റാപ്പറിൻ്റെ ഒരു നോഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു നോഡ് ആഡ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. ഇവിടെ വരുന്നു ആഡ് നോഡ്, ആഡ് സീരിയൽ. ഞാൻ ലേബൽ ചെയ്യുന്നു, ആഡ് ലേബൽ. ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കുറച്ചേറെ ഫ്രൂട്ട്സ് കാണും. നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെ കളേഴ്സാണ് ചേഞ്ച് ചെയ്യുന്നത്. സോ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഫ്രൂട്ട്സിൻ്റെ വാല്യൂവിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു റീജിയനിൽ ക്ലിക്ക് ചെയ്യുന്നു.
എന്നിട്ട് ഞാൻ ഇതിൻ്റെ വാല്യൂസ് ഇതൊന്ന് പോപ്പപ്പ് ഇതിൻ്റെ കളേഴ്സ് ഒന്ന് പോപ്പ് ചെയ്യാൻ നോക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവും അടുത്തുള്ള നിയറസ്റ്റ് ഫ്രൂട്ട്സ്. ഇതിൻ്റെ അതൊരു ചെറിയ പ്രശ്നം അവരുടെ ഫേസും ചേഞ്ച് ആവുന്നതാണ്. നിങ്ങൾക്ക് ഇനി ഏതൊക്കെ റീജിയനാണ് നിങ്ങൾക്ക് ചേഞ്ച് ആവുന്നതെന്ന് കാണണമെങ്കിൽ ഓൾട്ട് പ്രസ് ചെയ്താൽ മതി. ഓൾട്ട് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇതിൽ എവിടെയൊക്കെയാണ് ഈ ചേഞ്ചസ് ഹൈലൈറ്റ് ആവുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ആ പോയിന്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അവരുടെ ഫേസും ചേഞ്ച് ആവണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വിൻഡോ ആഡ് ചെയ്യും. സോ ഇവിടെ 4ാമത്തെ ടൂളിൽ വരുന്നു. നമ്മൾ ഫസ്റ്റ് വിൻഡോ സെലക്ട് ചെയ്യുന്നു. ഇത് ഇച്ചിരി സൈസ് ആക്കുന്നു. ഞാനത് ഇച്ചിരി ബോട്ടത്തിലേക്ക് ഇറക്കുന്നു. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ നേരെയാക്കാം. ഇനി ഓക്കെ ഓക്കെ, നല്ല ഫോളോ കറക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ ദാറ്റ്സ് ഗുഡ്. ഇനിയും നമ്മൾ റാപ്പറിൽ വരുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഓൾട്ട് പ്രസ് ചെയ്യുന്നു. ഓക്കെ ദാറ്റ്സ് ഗുഡ്. സോ ഇനി നമ്മൾ ഈ കളർ, ഈ ഫ്രൂട്ട്സിൻ്റെ കളർ ഒന്ന് ജസ്റ്റ് പോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ ഫേസിൽ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഈ വിൻഡോ ആഡ് ചെയ്തുകൊണ്ട് അവരുടെ ഫേസിൽ ചേഞ്ച് വരില്ല. സോ നമ്മൾ ആ സെലക്ട് ചെയ്ത റീജിയനിൽ മാത്രമേ സെലക്ട് ആവുന്നുള്ളൂ. ഓക്കെ, ഞാൻ ഇവിടെ വെക്കുന്നു. ഇനിയും ഈ ഒരു ചേഞ്ച് ഓക്കെ ഞാനൊന്ന് ഡിസേബിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. അതൊന്ന് പോപ്പായിട്ടുണ്ട്. നമുക്കിതിൻ്റെ ലൂമ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ലൂമ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, കുറച്ചുകൂടെ പോപ്പായിട്ടുണ്ട്. ഇനി എത്രത്തോളം ഹ്യൂ വേണോ? ഓക്കെ ഓക്കെ, ലൈക്ക് ദിസ് സാച്ചുറേഷൻ. ഓക്കെ, നമ്മുടെ നോഡ് ഓഫ്. ഓക്കെ, ഓഫ് ഓൺ. സോ നിങ്ങൾക്ക് കാണാൻ പറ്റി ഇത്തരത്തിലും ക്രിയേറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതായിരുന്നു നമ്മുടെ കളർറാപ്പറിൻ്റെ. ഇതിന് ഒരുപാട് സാധ്യതകളുണ്ട്. നിങ്ങളുടെ രീതിയിൽ വർക്ക് ചെയ്യുക. അത്യാവശ്യം സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ വളരെ ചെറിയ ചാനലാണ്, വളരെ കുറച്ച് വ്യൂസ് മാത്രമുള്ള ഒരു ചാനലാണ്. സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ അത്യാവശ്യമാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.